സദേൺ ഹിൽസ് കേസ് ഇവിടെ വയനാടുള്ള പാക്കേജാണ്. ഓണർ സായന്ത് ചേട്ടന്റെയും പാർട്ട്നേഴ്സിന്റെയും ട്രാവൽ ഏജൻസിയിൽ നിന്ന് ടൂർ പാക്കേജ് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ആദ്യം ചെറുതായിട്ട് കയറി പോകാൻ തുടങ്ങി. അതിനുശേഷം ചെറിയ ചെറിയ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് പാക്കേജുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കോളേജ് ടൈം വരുന്നു. അന്നേരം ഇതെല്ലാം നിർത്തിയിട്ട് നേരെ കോളേജ് അതുപോലെ തന്നെ സൈഡായിട്ട് വയനാട്ടിലുള്ള അത്യാവശ്യം റിസോർട്ടുകളുടെ ഫുൾ ബുക്കിംഗ് പരിപാടി കാര്യങ്ങൾ തുടങ്ങി. അത് നമ്മുടെ ഒരു സീസൺ ടൈം അതുപോലെ പെരുന്നാൾ ടൈം ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്ന് അങ്ങനെ സ്റ്റോപ്പ് ആയി തന്നെ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല രീതിക്ക് കയറി മുന്നോട്ട് വന്ന സമയത്ത് ആദ്യം വയനാട് മാത്രമായിരുന്നു. അതിനുശേഷം ഇപ്പം പിന്നെ ഊട്ടി, മൂന്നാർ, വാഗമൺ അതേപോലെ ഗോവ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് കയറി അടിപൊളിയായിട്ട് വന്നു. ആ സമയത്താണ് മറ്റൊരാളുടെ പാക്കേജറായിട്ട് പോകാൻ ഒരവസരം കിട്ടി. അങ്ങനെ അത് പോയ സമയത്ത് ആ പാക്കേജ് നല്ല രീതിയിൽ ഹിറ്റായ സമയത്ത് സാറ് ചോദിച്ചു എന്തുകൊണ്ട് നിനക്കത് സ്വന്തമായിട്ട് ചെയ്തുകൂടാ. അങ്ങനെ അത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള പ്ലാൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സാറ് അടുത്തൊരു പാക്കേജ് കൊടുത്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സദേൺ ഹിൽസ് എന്നുള്ള ഫസ്റ്റ് ഓട്ടവും കാര്യങ്ങളൊക്കെ അത് ഓടി നല്ല രീതിക്ക് ഹിറ്റായ സമയത്ത് അങ്ങനെ കിഡിലുമായിട്ട് കയറി വന്നിട്ടൊരു പാക്കേജാണ്. അപ്പം 3 വർഷമായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു ഗൈസ്. അതേപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ ഫ്ലൈറ്റിൽ കയറാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഫ്ലൈറ്റ് പാക്കേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് 2 വർഷമായിട്ട് തുടങ്ങി അടിപൊളിയായിട്ട് അതും പോകുന്നു. അപ്പം ഇതൊന്നും എല്ലാം മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് എടുക്കണം എന്നുള്ള ആഗ്രഹം അത് ഒട്ടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി മാരക വെയിറ്റിംഗ്, കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ബസ്.